നമുക്ക് പോവാടി ലോറി പെണ്ണേ. ശോഭയെ വിളിക്കും. എന്തിനാ? എന്നോടൊപ്പം വരുന്ന ലഞ്ച് കഴിക്കട്ടെ. അതിനെന്താ? അവള് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, നാണമായിരിക്കും. ഉത്തരം നിങ്ങൾ നെഗറ്റീവ് ആണ്, വളരെ പെയിൻഫുൾ ആയിരിക്കും. നിങ്ങളെ ഇഷ്ടമാണ്. അല്ല, നിങ്ങൾ ഏത് രീതിയിലാണ് എഫക്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ഒരാൾക്ക് ഒരാളെ ഇഷ്ടമാണ് പറഞ്ഞാൽ അത്രല്ലേ പറഞ്ഞത്. സന്തോഷ് വർക്കി പ്രപ്പോസ് ചെയ്ത പെൺകുട്ടിയാണ് ആ പോകുന്നതെന്ന് ഇനി എന്നെ കാണുമ്പോൾ ആളുകൾ സംസാരിക്കും. അപ്പൊ എന്റെ ഐഡന്റിറ്റിയിൽ അങ്ങനെ ഒരു വ്യത്യാസം വരുത്തിയത് ശരിയാണെന്നാണ് ചേട്ടന്റെ അഭിപ്രായം? ഇവിടെ കിടന്ന ലോറി എന്തി? സന്തോഷ് വർക്കി അത്ര മോശക്കാരനാണോ? മോശക്കാരനാണെന്നല്ല ഞാൻ പറയുന്നത്. ഇത് ഞങ്ങളെ വണ്ടി ഏതോ കള്ള ഹുട കത്കൊണ്ട് വന്ന് ബോധമില്ലാതെ ഓടിച്ച് കേട്ടിയതാണ്. അല്ലാതെ ഞാൻ നിങ്ങളോട് അങ്ങനെ ചെയ്യുമോ? മല്ലയ്യ അത്ര നല്ല ദുഷ്ടനല്ല. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. എനിക്ക് നിങ്ങളുടെ ആ ചോദ്യം ചോദിച്ചപ്പോൾ മനസ്സിലായി. നിങ്ങൾ ഇന്റലിജന്റ് ആണ്, സ്മാർട്ടാണ്, ബ്യൂട്ടിഫുൾ ആണ്, ബോൾഡ് ആണ്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓഹോ, ഇനി ഒന്നുകൂടെ ചോദിക്കാം. ശോഭയെ ആരെങ്കിലും ചുംബിച്ചിട്ടുണ്ടോ? പറയാം, പക്ഷെ അതിനു മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? സത്യം പറയണം. പറയാം. നിങ്ങൾക്ക് വട്ടുണ്ടോ? ചേട്ടൻ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഇപ്പൊ എത്രാമത്തെ പെൺകുട്ടിയോടാണ് തോന്നുന്നത്? കാരണം ചേട്ടൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ഒരു ഇപ്പൊ ഞാൻ ചോദിക്കാൻ വരും, ലേറ്റസ്റ്റ് ക്രഷ് ആരാ? ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ചോദിക്കുന്നു, ഉത്തരം നെഗറ്റീവ് പറഞ്ഞാൽ വളരെ പെയിൻഫുൾ ആയി. അത് എന്റെ അഭിപ്രായം അല്ലേ അത്? ഇന്ന് വലിയ ചെത്തിലാണല്ലോ. ഞാൻ ആഘോഷിക്കുകയാണ്. ഞാൻ ആദ്യമായി അമ്മുവിന് ഒരു കത്ത് തന്നതിന് വല്യമ്മാവനും ചെറിയമ്മാവനും കൂടി എന്നെ തല്ലി ചതച്ചിട്ട് ഇന്ന് 1 വർഷം തികയാണ് എന്നുള്ളത് എന്റെ പാർട്ട്ണറോട് മാത്രം ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? എന്തിനു ഞാൻ സന്തോഷ് വർക്കിയുമായിട്ട് ഡിസ്കസ് ചെയ്യണം? യു ആർ വെരി ബോൾഡ്. ഹലോ, ആ മുരുക, നമ്മുടെ കാണാതെ പോയി ലോറി കിട്ടി. പക്ഷെ എന്നെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം. ഈ പ്രണയം ശരിയായില്ലെങ്കിൽ ഇനി പ്രണയിക്കാൻ പ്ലാനില്ല. പ്രണയിക്കാൻ പ്ലാനേ ഇല്ല. ലോറി കൊണ്ടുപോകാൻ വരട്ടെ. വീട് പണി തുടങ്ങിയിട്ട് സാവകാശം ലോറി തന്നു വിടാം. അതുവരെ ഒരു ഉറപ്പിന് അത് ഇവിടെ കിടക്കട്ടെ. ഇവളിന്താ തുമ്പ കഷ്ടാക്കിത്തെ. ഇപ്പൊ എന്തായാലും ഞാൻ ഓൾറെഡി ചേട്ടന്റെ പോസ്റ്റ് കണ്ടു. അതിന് ഓരോ ഓപ്പൺ ഡിസ്കഷൻ എന്ന നിലയിലാണ് ഞാൻ ചേട്ടനെ വിളിച്ചത്. എനിക്ക് ചേട്ടനോട് ഒരു താല്പര്യവും ഇല്ല. എനിക്ക് ചേട്ടനോട് ഒരു ഇഷ്ടവും ഇല്ല, ഒരു താല്പര്യവും ഇല്ല. എല്ലാം നിങ്ങൾ ഇഷ്ടം. പക്ഷേ എന്റെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് കണക്കുണ്ട്. എന്റെ അല്ല, ഈശ്വരന്റെ. ആ കണക്കറിയാൻ നിങ്ങളുടെ പഠിപ്പ് പോരാ. പല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ഇന്റർവ്യൂ ഉച്ചയ്ക്ക് നടന്നത്. അതാണ് അസുഖം തോന്നിയത്. ഇതിനകത്ത് പുച്ഛിക്കായിരുന്നു. വിളിച്ചു വരുത്തി അപമാനിക്ക് അവരെന്നെ രണ്ടുപേരും പറയുന്നില്ല. അങ്ങനെ അല്ല. അപ്പൊ അങ്ങനെ തിങ്കിങ് ഉണ്ടായതുകൊണ്ടാണല്ലോ വിളിച്ചു വരുത്തി അപമാനിക്ക് തന്നെയായി. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം.